ആലുവ മണപ്പുറത്ത് കർക്കിടകവാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച പുലർച്ചെ 2:30 നടക്കുന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിന് വരനിൽക്കാനുള്ള നടപ്പന്തൽ, ബാരിക്കേഡുകൾ, താത്കാലിക കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. നടപ്പന്തലിൽ ഒരേ സമയം 500 പേർക്ക് നിന്ന് തൊഴാൻ കഴിയും. നടപ്പാലം വഴിയും ആൽത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട്. 61 ബലിത്തറകളിൽ 40 എണ്ണവും 19 വ്യാപാര സ്റ്റാളുകളിൽ 12 എണ്ണവും ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടാകും. 20 CCTV ക്യാമറകളുടെ നിരീക്ഷണ വലയത്തിലാണ് ഇപ്പോൾ മണപ്പുറം. പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആലുവയിൽ 500ഓളം പോലീസുകാരെ വിന്യസിക്കും. ഇതു സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി M. ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 45ഓളം ബലിത്തറകൾ ലേലം ചെയ്ത് നൽകിയിട്ടുണ്ട്. അവയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടവുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് ഇവരുടെ ഏകോപനത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും. കാനൂർ പാറപ്പുറം മാച്ച് ഫാക്ടറി റോഡിൽ 8 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി 9605624952 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.